ഈ വെക്കേഷൻ ഇങ്ങനെ ഫുൾ ടൈം ടി വി മൊബൈലും ഒക്കെ കാണാതെ ഇതുപോലെ കളിച്ചും ചിരിച്ചും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെ ഈ ഒരു ബാല്യം തന്നെയാട്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. നമുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്കതിൻ്റെ വില അറിയില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാകുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവരവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് കളിക്കട്ടെ. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഏറ്റവും സിമ്പിളായിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഒരു മോരുകറി അങ്ങോട്ട് ഉണ്ടാക്കാവേ. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. പതുക്കെ കളറൊക്കെ മാറി ഇതേപോലെ ഒന്നിങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു നുള്ളു മാത്രം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇഞ്ചി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒന്നെങ്കിൽ നല്ല പുളിയുള്ള മോരോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കട്ടിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ ചാറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കി ഗ്യാസ് അങ്ങ് ഓഫാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് തിളക്കരുത് കേട്ടോ, പതുക്കെ ഒന്നും കൂടി ചൂട് കയറി വന്നാൽ മാത്രം മതി. ഈ മോരുകറി ഇങ്ങനെ നല്ല ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നും കൂടി തണുത്ത് ശരിക്കും ആ ഉപ്പും പുളിയും മുളകും എല്ലാം ഒന്ന് പിടിച്ച് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം പാകത്തിനാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂട് ഒന്നും കൂടി ആറാനായി വെയിറ്റ് ചെയ്യാം.